عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജറുൽ അസ്വദ് ഇന്ന് ആ പരിപൂർണമായ സുന്നത്താ രൂപത്തിൽ മുത്തുക എന്നത് അസാധ്യമായ ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. പിന്നെ അതൊരു ആത്മീയമായ വല്ലാത്ത അഭിലാഷമാണ് ഒരു മനുഷ്യൻ്റെ. നമ്മെപ്പോലുള്ള ആളുകൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ആദ്യമായൊക്കെ വരുന്ന അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട ഹജ്ജിന് വേണ്ടി വരുന്ന ഒരാളുടെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ അഭിലാഷമാണല്ലോ പരിശുദ്ധ കഅബാലയം കാണുക. ഇതുവരെ കിബിലയാക്കി നിസ്കരിച്ച വിശുദ്ധ കഅബാലയത്തൊന്ന് കണ്ണിറയെ കാണുക, ഹജറുൽ അസ്വദ് ഒന്ന് മുത്തുക എന്നതൊക്കെ ഒരു മുഅ്മിനിൻ്റെ അഭിലാഷമാണ്. ആ നിയ്യത്തോടുകൂടെ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ബഹുമാനപ്പെട്ട സയ്യിദുന ഇസ്മായിൽ നബി അലൈഹി സ്വലാം, സയ്യിദത്തുന ഹാജർ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതുപോലെ സാദാത്തുന അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും, സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ, ഈ 7 വിഭാഗത്തിൻ്റെ പേരിൽ മത്താഫിലിരുന്ന് സാധനങ്ങളൊക്കെ ഒരു 5-6 ആളൊക്കെ കൂടെയായി പോവുക. എന്നിട്ട് 3 ആൾ അവിടെ ഇരുത്തുക, ഒരു ശരിക്ക് ഒരു ലൊക്കേഷനിൽ. തിരിച്ചു വന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് അവരെ ഇരുത്തുക. നമ്മുടെ എല്ലാ സാധനങ്ങളും അവരെ കയ്യിൽ കൊടുക്കുക. ടെലിഫോണ്, അതുപോലെ ബാഗ് എല്ലാം നമ്മൾ ഫ്രീ ആയിട്ട്. എന്നിട്ട് അവിടുന്ന് നിയ്യത്ത് വെക്കുക, പടച്ചവനെ എനിക്ക് ഹജറുൽ അസ്വദിനെ മുത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായി ബൈഅത്ത് ചെയ്തതിന് തുല്യമാണല്ലോ. അത്രയും പുണ്യമുള്ള ആ ഹജറുൽ അസ്വദ് എനിക്ക് മുത്തണം പടച്ചവനെ, അതിന് നീ തൗഫീക്ക് നൽകണം. ഞാൻ ഒരാളെയും തിരക്കാൻ പോകുന്നില്ല, എനിക്കൊരാളെയും തിരക്കണ്ട. എന്നാൽ ഒരു തിരക്കിലും പെടാതെ സന്തോഷകരമായി നീ പൊരുത്തപ്പെട്ട രീതിയിൽ എനിക്ക് ഹജറുൽ അസ്വദ് മുത്തണം. അതിനു വേണ്ടി ഞാൻ ഈ പറഞ്ഞ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതിപ്പോകുന്നു. എന്നിട്ട് പറ്റുകയാണെങ്കിൽ കിട്ടുന്നവർക്ക് സ്വലാത്തുൽ മുൻജിയ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീന എന്ന സ്വലാത്ത് ചൊല്ലിപ്പോവുക. അല്ലെങ്കിൽ കിട്ടുന്ന സ്വലാത്തും ഈ ഫാത്തിഹകളും ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ട് പോവുക. ഇപ്പം 3 ആളാണ് പോകുന്നത്, ശരിക്ക് അവരും ആ 3 ആളും പറയാം, പരസ്പരം ധാരണാവുക. നമ്മൾ പോയി മുത്തിയിട്ട് നമ്മൾ കൂട്ടം തെറ്റിയാൽ ഈ സ്ഥലത്തെത്തുക. ആ സ്ഥലം കാണാതെ പഠിപ്പിച്ച് വെക്കുക. പിന്നെ ഓരോ വാതിലിൻ്റെയും പ്രധാനപ്പെട്ട ബാബുൽ ഫത്ഹിൻ്റെ അതേപോലെ ഒരു ബാബുൽ ഫത്ഹിൻ്റെ ബോർഡ് മത്താഫിലുണ്ട്, ബാബുൽ മലിക് അബ്ദുൽ അസീസിൻ്റെ ബോർഡ് മത്താഫിലുണ്ട്, ബാബു മലിക് ഫഹദിൻ്റെ ബോർഡ് മത്താഫിലുണ്ട്. അതിൻ്റെ എവിടെയെങ്കിലും എടുത്ത് ബാക്കിയുള്ളവർ ഇരുത്തി പോവുക. കൂട്ടം തെറ്റിയാൽ എങ്ങനെയായാലും മുത്താൻ കഴിയുമെങ്കിൽ ഇവിടെ എത്തുക, മുത്തി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ എത്തുക. പെണ്ണുങ്ങളാണെങ്കിൽ ആഭരണങ്ങളൊന്നും കൊണ്ടുപോകരുത്, അതൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനെ പോവുക. ഈ ഫാത്തിഹയും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് പതുക്കെ പോവുക. നമ്മൾ ആരെയും തിരക്കണ്ട, പതുക്കെ 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 പോയാൽ ഹജറുൽ അസ്വദ് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് നിന്ന് തരും മുത്താൻ. ഇത് എൻ്റെ അനുഭവമാണ്. ഒരുപാട് ഹാജിമാരെ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് സാധിക്കുകയും ഈ ഇഖ്ലാസ് വേണം. പ്രത്യേകിച്ച് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ പരീക്ഷണാർത്ഥം പോയി നോക്കി, ഇൻഷാ അല്ലാഹ് അത് സാധിക്കാവും, നടക്കും. അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടിയ കാറ്റ്, സ്വർഗീയ കാറ്റ്, അതിന്നും അവിടെ കിട്ടുന്നുണ്ട്. ഹിജ്ർ ഇസ്മായിൽ തുടങ്ങുന്ന സമയത്ത് മഹാനവറുടെ പേരിൽ ഫാത്തിഹ ഓതി എനിക്ക് ആ കാറ്റ് അനുഭവിക്കണമെന്ന നിയ്യത്ത് വെച്ച് മഹാനവറുടെ പേരിൽ ഫാത്തിഹ ഓതിക്കൊണ്ടിരുന്നാൽ ആ കാറ്റ് ശരിക്കും അനുഭവിക്കാൻ കഴിയും. ഇതൊക്കെ ആത്മീയമാണ്. പൊതു സദസ്സിലോ പൊതു ഗ്രൂപ്പിലോ ഒന്നും പറയേണ്ടതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.